ഹായ്. അപ്പോൾ ഇന്ന് നമ്മളെ പരിപാടി ചായ കുടിക്കാൻ പോകലോ സാധനം വാങ്ങാൻ പോകലോ അങ്ങനെയൊന്നുമല്ല. വേണ്ടേ, ഇതൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലേ. ഇന്ന് നമുക്ക് കുക്കിംഗ് ചെയ്യാം. അത് വലിയ കുക്കിംഗ് ഒന്നുമല്ല, നമുക്ക് ഇതൊക്കെ വെച്ച് ഒരു ഗ്രീൻ ചിക്കൻ ഉണ്ടാക്കാം. ഗ്രീൻ ചിക്കൻ എന്ന് പറയുമ്പം കുറേ വൈറലായ റെസിപ്പി ഉണ്ടല്ലേ ഗ്രീൻ ചിക്കൻ്റെ. പക്ഷെ ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതങ്ങനെയുള്ള ഒരു ഗ്രീൻ ചിക്കനേ അല്ല. ഇതെൻ്റെ മാത്രം റെസിപ്പിയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനും ഭയങ്കര ഒരു കുക്കൊന്നും അല്ല കേട്ടോ, അതാരും തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു ജീവിക്കാൻ വേണ്ടി മാത്രം, പട്ടിണി ഇല്ലാതിരിക്കാൻ വേണ്ടി മാത്രം കുക്ക് ചെയ്യുന്ന ഒരാളാണ്. അത് സർവൈവൽ കുക്ക്. ഓക്കെ, അങ്ങനത്തെ ആൾക്കാർക്ക് ഈ റെസിപ്പി ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ചിക്കൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഗ്രീൻ ചിക്കന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആസ് യൂഷ്വൽ അതാണ്ടേ, ആദ്യം വേണ്ടത് നമ്മളെ മല്ലിയില, പുതിനയില, പുതിനയില മല്ലിയില അല്ല, കൺഫ്യൂഷൻ പുതിനയില മല്ലിയില. ഓക്കെ, ഇതാണ് ആദ്യം മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി, വലിയുള്ളി, ഇഞ്ചി, പിന്നെ ഞാൻ 2-3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വേണം. പിന്നെ വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇത്രയും ഈ കറുവാപ്പട്ടയൊന്നും ആവശ്യമില്ല, ഈ ഒരു കുഞ്ഞു കഷ്ണം മതി. പിന്നെ ഒരു എല്ലാ ചിറകും ഇല്ലാത്തൊരു സ്റ്റാർ അനീസ്, 2-3 ഏലക്ക, പിന്നെ കുറച്ച് കൂടുതൽ തന്നെ ചെറിയ ജീരകം വേണം, കുറച്ച് പെരുംജീരകം വേണം, പിന്നെ കുറച്ച് എന്താ ഇതിന് പറയുന്നത്, ക്ലോവ്സ്, കറുവാപ്പൂ എന്തായാലും അത് വേണം. പിന്നെ വേണ്ടേ ഇതുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഉള്ളതിൽ വെച്ച് ഏറ്റവും ചെറുത് ഞാൻ നോക്കിയെടുത്തതാട്ടോ. അപ്പം ഇതാവശ്യമുണ്ട്. ഇനി നമുക്കെല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അതിന് വേണ്ടി റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയാക്കി മിക്സിയിലിട്ട് അടിക്കാനുള്ള പാകത്തിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉള്ളിയൊക്കെ ചെറുതായിട്ട് കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക് കഴുകി അതിൻ്റെ മൂക്കൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ആക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി തോലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പച്ചമുളക് ഞാനും ഇവിടെ അങ്ങനെ ഞങ്ങൾക്ക് എരിവ് അത്ര പറ്റാത്തതുകൊണ്ട് ഞാൻ 3 ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ചീരമുളകില്ലേ, അതൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇത് എരിവ് നമ്മൾ മുളക് പൊടി പിന്നെ യൂസ് ചെയ്യുന്നില്ല, കുറച്ച് കുരുമുളകോ യൂസ് ചെയ്യുക ആവശ്യത്തിനനുസരിച്ച് കേട്ടോ. ഞാൻ ഈ 3 മുളക് മാത്രമേ ഇപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതും പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന ഈ സ്പൈസസും എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇങ്ങനെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇങ്ങനെ ഇലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഇലകൾ മാത്രമാകുമ്പോഴേക്ക് മിക്സിയുടെ ജാറ് നിറയുന്ന, തണ്ടൊന്നും ഒഴിവാക്കണ്ട കേട്ടോ. തണ്ടൊക്കെ ഉണ്ടെങ്കിലേ അതിന് ടേസ്റ്റ് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ അടിച്ചെടുത്തിട്ട് എന്നിട്ട് ബാക്കി സാധനങ്ങൾ, ഇതടിച്ചെടുത്ത് ബാക്കി സാധനങ്ങൾ പിന്നെ ഇതിലേക്ക് ഇടാം. ഓക്കെ, ഇതാ നോക്കിക്കേ, നമ്മൾ അടിക്കാൻ എടുത്തപ്പോൾ ഒരുപാടുണ്ടായിരുന്ന ഇലകളല്ലേ, ഇപ്പോൾ ഇതാ ഈ മിക്സിയുടെ അടിയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും ഇൻഗ്രീഡിയൻസും ഒക്കെ ഇട്ടിട്ട് അതും കൂടെ അടിച്ചെടുക്കാം. ഇപ്പം ഇതാ എടുത്ത് വെച്ച നമ്മളെ പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും വലിയുള്ളിയും ഒക്കെ അടിച്ച് മല്ലി പുതിന ഇലയിലേക്ക് ഇട്ട് കൊടുത്താണ്. ഇനി നമ്മൾ എല്ലാ സ്പൈസസും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം മസ്റ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു വേറെ ടേസ്റ്റ് വരുന്നത്. അപ്പം ഇനി ഇതും നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തൈര് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ എന്തെങ്കിലും ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലിപ്പം നാരങ്ങ ഇല്ല, അതുകൊണ്ട് ഞാൻ തൈര് ഇരിപ്പുണ്ട്.
അപ്പം നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മതി കേട്ടോ, ഓവർ ആവണ്ട. അപ്പോൾ അത് ഓക്കെ. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും കൂടെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതേ നോക്കിക്കേ, നല്ല ഗ്രീൻ കളറിലെ ചട്നിയല്ല, നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് എന്തിൽ പുരട്ടണം? നമുക്കിത് ചിക്കനിൽ പുരട്ടണം. പക്ഷെ ചിക്കൻ എവിടെ? ചിക്കൻ ഫ്രിഡ്ജിൽ നമ്മൾ പറഞ്ഞ് മസാല റെഡിയായി എന്നല്ലാണ്ട് ചിക്കൻ എടുത്തു വെക്കാൻ മറന്നുപോയി. ഓക്കെ, ഇനി ഏതായാലും നമുക്ക് ചിക്കനൊക്കെ എടുത്തു വെച്ച് ഇത് പുരട്ടുമ്പോൾ ഞാൻ വരാട്ടോ. ഓക്കെ, അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റെഡി ആയിട്ടല്ല, ചിക്കൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കാണാനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ ലെഗ് പീസ്, ഇതേതോ കാലൊടിഞ്ഞ കോയിൻ്റെ കാലാന്ന് തോന്നുന്നു. ഏതായാലും ലെഗ് പീസാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ലെഗ് പീസും ഉണ്ട്, പിന്നെ മറ്റേ ഇതുണ്ട്, വിങ്സ്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ ഗ്രീൻ മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രക്ക് മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് കൂടാണ്ട് ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് അതും കൂടെ ഇടണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഗ്രീൻ ചിക്കൻ ആണെങ്കിലും കുറച്ചൊരു മഞ്ഞ കളർ ഇരുന്നോട്ടെ അല്ലേ. പിന്നെ നമുക്ക് സോൾട്ട്, ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇതിൽ മസാല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ഇപ്പം എന്ത് രസം ഉണ്ടെങ്കിലേ കാണാൻ, ഫുള്ള് പച്ചയായിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇത് നമുക്കൊരു മണിക്കൂറെങ്കിലും ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, എന്നാലേ ആ ചിക്കനിലൊക്കെ അത് പിടിക്കൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇപ്പം പാൻ വെച്ചിട്ടുണ്ട് നമ്മൾ. 1 മണിക്കൂർ കഴിഞ്ഞ് ചിക്കൻ പുരട്ടി വെച്ചിട്ട്. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഓയിലും ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുക. വെളിച്ചെണ്ണ അത്ര നന്നാവില്ല എന്നല്ല, നമ്മളെ ഒരു നാടൻ ടേസ്റ്റ് വരും. അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഓയിൽ ചേർക്കാം. ഓക്കെ, ഇപ്പം നല്ലപോലെ പാൻ ചൂടായി വരുന്നുണ്ട്, പൊക്കയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ പുരട്ടി വെച്ച് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് തീ കുറച്ച് വെക്കാം. എന്നിട്ട് ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മസാല ഇതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിവിടെ കിടന്ന് വേവട്ടെ. നമ്മൾ വെട്ടി വെച്ചത് ഇനിയും ബാക്കിയാണ്, കുറച്ചും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇങ്ങനെ കുറച്ച് മസാല കുറഞ്ഞും തോന്നുന്നു, തിരിച്ചിടുമ്പോൾ കുറച്ച് മസാല കുറഞ്ഞും തോന്നുന്ന സ്ഥലത്തേക്ക് നമുക്കിങ്ങനെ സ്പൂണിലെടുത്ത് കുറച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം പിന്നെ നമ്മൾ മറിച്ചിടുമ്പോൾ അതവിടെ കിടന്ന് നല്ല വെന്തോന്നോളൂ കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മളെ ചിക്കൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ 3 കാലിട്ടതിൽ 2 വേറെ ഏതോ ഒരു അവയവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ.
അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ ചിക്കൻ റെസിപ്പി. ഈസി ആയിട്ടുള്ള റെസിപ്പി അല്ലേ, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഓക്കെ, ബൈ.